ഞാൻ പറഞ്ഞില്ല, ഈ ആൾക്കൂട്ടത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ച് പിന്നോട്ട് പോകേണ്ടി വരുമെന്നേ. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി, അന്ന ഹസാരയ്ക്ക് വേണ്ടി ഓടിക്കൂടിയ ആൾക്കൂട്ടം എവിടെയാ? ഇത്തരം അരാഷ്ട്രീയമായ ആൾക്കൂട്ടങ്ങളാണോ നമ്മുടെ അജണ്ട? അപ്പോൾ നിങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ പ്രതിഷേധങ്ങളെ അരാഷ്ട്രീയ പ്രതിഷേധമായിട്ടാണ് അങ്ങ് കാണുന്നത് അല്ലേ? നിങ്ങളുടെ അണികളെ, നിങ്ങളുടെ പ്രവർത്തകരെ തെരുവിൽ പ്രതിഷേധത്തെ അരാഷ്ട്രീയ പ്രതികരണമായിട്ടാണ് അങ്ങ് കാണുന്നത്? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് സ്മൃതി അതിന് അംഗീകരിക്കാൻ കഴിയുക? അപ്പോൾ ടി.എസ്. അച്യുതാനന്ദന് വേണ്ടി നടന്ന ആ പ്രതിഷേധത്തെ, തെരുവിലിറങ്ങിയ പ്രതിഷേധത്തെ, അതിനെ തുടർന്ന് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ഒക്കെ നിങ്ങൾ ആ ഘട്ടത്തിൽ അങ്ങനെയല്ലല്ലോ കണ്ടിട്ടുള്ളത്. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായി അതിനകത്തു നിന്നുണ്ടാകുന്ന പ്രകമ്പനങ്ങളെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ നിങ്ങൾ സ്വീകരിക്കും, നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിഷേധങ്ങളെ നിങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ ഇതെന്ത് ജനാധിപത്യ രീതിയാണ്? സ്മൃതി, അതിനൊരു ഉത്തരമുണ്ട് സ്മൃതി. ഈ പ്രതിഷേധം എന്ന് പറഞ്ഞത് ജനക്കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വന്നതാണോ? ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ആ പ്രതിഷേധം നടത്തിയ ആളുകളെ പാർട്ടി കണ്ടെത്തി നടപടിയെടുത്തിട്ടുണ്ടെന്നേ. അത് ഒന്നും രണ്ടും ഇടത്ത് നടപടിയെടുത്തു എന്ന് പറഞ്ഞാൽ എത്ര നടപടിയാവും? ഈ തെരുവിൽ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് മുഴുവൻ പേരെണ്ണി ആളെണ്ണി നിങ്ങൾ നടപടിയെടുത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ 102 എന്ന സംഖ്യ കുറയ്ക്കേണ്ടി വരുന്നേ. നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങൾക്ക് 63 എന്ന അക്കം നൽകിയവരൊക്കെ തന്നെയാണ് തെരുവിലിറങ്ങിയവർ. അവരെ നിങ്ങൾ ഇപ്പോൾ നിഷേധിക്കുകയാണോ? അവരെ തള്ളിക്കളയുകയാണോ? സ്മൃതി, നാളെ കർണാടകത്തിൽ 300, 500 അല്ല 1000, 10,000, 1 ലക്ഷം വരെ പ്രകടനം നടത്താൻ ശേഷിയുള്ള ആളുകളുണ്ടെന്നേ. നാളെ ഓരോ സംസ്ഥാനത്തും ഞങ്ങളൊരു ദേശീയ പാർട്ടിയല്ലേ, ഞങ്ങൾക്കൊരു രാഷ്ട്രീയമില്ലേ? ഈ പാർലമെന്ററി ഡെമോക്രസിയിൽ ഒരു പാർട്ടി എന്നുള്ളത് ഞങ്ങൾക്ക് അസ്തിത്വമില്ലേ? ഇവിടെ ജനവികാരത്തെ കുറിച്ച് നിങ്ങൾക്ക് പല വ്യാഖ്യാനങ്ങളും ആകാം. നമ്മളുടെ മുന്നിൽ കോൺക്രീറ്റ് ആയ ഒരു ജനവികാരം എന്ന് പറയുന്നത് എന്താ? ജനപ്രതിനിധികൾ എന്താണെന്ന് അറിയോ? ഒരു MLA-മാരെ പോലും അഭിപ്രായം പറയുന്നതിനെ ഭയപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരിക. നിങ്ങൾ ഇനി മണ്ഡലം കാണില്ല എന്ന് പറയാ. ഞങ്ങളെ പോലെ സംസാരിക്കുന്ന ആളെ പോലും പറയാം. ഞങ്ങളൊരു കാര്യം പറയാം, എന്റെ കാര്യം ഞാൻ പറയാം. നാളെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയില്ലെങ്കിലും പാർട്ടി നിലപാട് അത് MLA-മാരെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ് പേടിപ്പിക്കുക. ഞങ്ങൾക്ക് പാർട്ടി ചിഹ്നം അനുവദിച്ച് കിട്ടിയെങ്കിൽ പാർട്ടി നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നേ. ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയല്ല, ആൾക്കൂട്ടം ഉണ്ടാക്കിയ പാർട്ടിയല്ല. ആ പാർട്ടിക്ക് നാളെ അധികാരം കിട്ടും. നിങ്ങൾ നാളെ ഉപതെരഞ്ഞെടുപ്പ് ഇടയ്ക്കിടയ്ക്ക് ഉദാഹരിക്കുന്നത്. ഞാൻ തിരിച്ചെത്താം ഇവിടെ വിളക്ക് ശേഷം. ആൾക്കൂട്ടം എവിടെ പോയി? ശരി, ആൾക്കൂട്ടം ചിതറിയെങ്കിലും ആൾക്കൂട്ടം നിങ്ങൾക്കൊരു തിരിച്ചടി നൽകിയിട്ടുണ്ടായിരുന്നു. അത് മറക്കണ്ട. ആൾക്കൂട്ടം നിങ്ങൾക്കൊരു തിരിച്ചടി നൽകിയിട്ടുണ്ടായിരുന്നു. UPA ചിത്രത്തിൽ നിന്ന് മാഞ്ഞതിൽ ആൾക്കൂട്ടത്തിന് പങ്കുണ്ടായിരുന്നു അനൂപ്.